ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കോൺഗ്രസിനും കുരുക്കും മുറുകുകയാണ്. ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശബരിമലയിലെ കൊടിമരം പുതുക്കിയതിനും സ്വർണ്ണക്കവർച്ചയ്ക്കും പിന്നിൽ അജയ് തറയിലിന് നിർണായക പങ്കുണ്ടെന്ന് വിലയിരുത്തൽ. അറസ്റ്റടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കാൻ തന്നെയാണ് സാധ്യത. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കോൺഗ്രസിനും കുരുക്ക് മുറുകുകയാണ്. അജയ് തറയിലിനെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കവും, അല്ലേ? ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് KP കാണേണ്ടത്. കാരണം ഒന്ന്, കോൺഗ്രസിന് കുരുക്കുമുറുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CPM നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ തന്നെ എൻ്റെ സൂചനകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ സജീവമായ രീതിയിൽ അക്കാര്യങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് തറയിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉടൻ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസ് അജയ് തറയിലിന് നൽകും. അതിനുശേഷം അജയ് തറയിൽ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുന്നതിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലൊന്ന് ഈ ശബരിമലയിലെ കൊടിമരം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ അജയ് തറയിൽ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇപ്പോൾ വാജിവാഹനമടക്കം തന്ത്രിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അത് വളരെ പരസ്യമായി നടന്നിട്ടുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൽ ആചാരപരമായ കാര്യങ്ങളുണ്ടെന്നുള്ള വാദം തന്ത്രിമണ്ഡലമടക്കം അല്ലെങ്കിൽ തന്ത്രി സമാജമടക്കം പോലെയുള്ള സംഘടനകൾ ഉയർത്തുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വാദങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കൊടി മരത്തിൽ ഈ പുതുക്കിപ്പണികൾ നടത്തുന്നതിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്തെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇത് പുതുക്കിപ്പണിയുമെന്നുള്ള ആവശ്യം വരുന്നു, അടിഭാഗം ദ്രവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നു. പിന്നീട് ഇത് ഇളക്കി പരിശോധിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു തകരാറും കോൺക്രീറ്റിൽ നിർമ്മിച്ച ആ പഴയ കൊടിമരത്തിന് കാണാനില്ലാത്ത സാഹചര്യവും ഉണ്ടാകുന്നു. പിന്നീട് അതിനുശേഷം വീണ്ടും ഈ പറയുന്ന രീതിയിൽ അത് ഇളക്കി പുതിയ നിർമ്മാണമൊക്കെ നടക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങൾ അവിടെ നിന്ന് കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അന്നത്തെ ദേവസ്വം വിജിലൻസ് അടക്കം പരിശോധന നടത്തിയിട്ടും ഇതിലൊന്നും ഒരു വ്യക്തത വന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്ന് നടന്നതൊരു സ്വർണ്ണക്കവർച്ചയാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച് അജയ് തറയിൽ അടക്കമുള്ളവരുടെ പങ്കിനെ പറ്റിയും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സമയത്താണ് അന്വേഷണ സംഘവും അത്തരത്തിലുള്ളൊരു നീക്കവുമായി രംഗത്ത് വരുന്നത്. അജയ് തറയിലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുന്ന നടപടിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സന്നിധാനത്ത് എത്തുന്നതും സന്നിധാനത്ത് വലിയ സ്വാധീനം ഉറപ്പിക്കുന്നതുമൊക്കെ ഇവരുടെയൊക്കെ കാലഘട്ടത്തിലാണെന്നുള്ളതും അന്വേഷണ സംഘം കാര്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തതകൾ വരികയാണെങ്കിൽ എന്തായാലും അജയ് തറയിൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ തെളിയുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കൊടിമര കവർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊടിമരത്തിലെ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളടക്കം കാണാതായതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ളവർ ആരൊക്കെയാണ്, അവരിലേക്കൊക്കെയും ഈ ചോദ്യശരങ്ങൾ എത്തുകയാണ്. അവരെയൊക്കെയും ചോദ്യം ചെയ്യാനും ഇങ്ങനെയുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങാനും തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം, അല്ലേ? സ്വാഭാവികമായും അത്തരം പരിശോധനകൾ എന്തായാലും ഉണ്ടാകും KP. പക്ഷേ അജയ് തറയിലിൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ പല നടപടികളെയും വലിയ രീതിയിൽ ന്യായീകരിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ സജീവമായി എല്ലാം അന്വേഷണ കമ്മീഷൻ്റെ അടക്കമുള്ള നിർബന്ധത്തെ തുടർന്ന് അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ അടക്കമുള്ളവർ നോക്കിക്കണ്ട് നടത്തിയ നടപടികളാണ് തുടങ്ങിയിട്ടുള്ള പല വിശദീകരണങ്ങളുമായി തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്ന അജയ് തറയിലാണ്. അജയ് തറയിലിൻ്റെ ഈ പെട്ടെന്നുള്ള പ്രതിരോധങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിശദമായ പരിശോധന ആദ്യഘട്ടത്തിൽ അജയ് തറയിലിനെതിരെ ഫോക്കസ് ചെയ്ത് തന്നെ അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൊടിമര പുതിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അന്വേഷണ സംഘം വലിയ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സ്വർണ്ണക്കവർച്ച കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണെങ്കിൽ സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും ഈ പറയുന്ന രീതിയിലുള്ള അന്വേഷണം പോകും, പരിശോധനകൾ പോകും, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും, അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം പോകുന്നതായിരിക്കും. എന്തായാലും ഏറ്റവും സജീവമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളും കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പലരും വിമർശനം ഉയർത്തുന്നത് പോലെ സ്വർണ്ണക്കവർച്ചയിലും ഒരു ഇന്ത്യ സഖ്യമുണ്ടോ എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായി ഉയരുകയാണ് KP.
സർദിനാണ്. സ്വർണ്ണ കവർച്ചയിലും ഇടത് വലത് കൂട്ടുത്തരവാദിത്തമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയം ദിനാണിപ്പോൾ ശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനും കുരുക്കുമുറുകുന്നു. അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.